അങ്ങനെ രഞ്ജിത്ത് ശങ്കർ സംവിധാനം ചെയ്ത് ഉണ്ണിമൂന്തൻ നായകനായി എത്തിയ ജയ് ഗണേഷിന്റെ OTT റിലീസ് എത്തിയിരിക്കുകയാണ്. നമുക്കറിയാം, വർഷങ്ങൾക്ക് ശേഷം ആവേശം തുടങ്ങിയ സിനിമകൾക്കിടയിൽ പെട്ടുപോയ ഒരു പടമാണ്. കാരണം അത് ഇറങ്ങിയ സമയത്ത് തന്നെ അധികം പേരും കണ്ടിട്ടില്ല എന്നാണ് തോന്നുന്നു. ഞാനും മിസ് ചെയ്തു. പക്ഷെ കാണാൻ വെച്ചിരുന്ന ഒരു പടങ്ങളായിരുന്നു. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് കാണാൻ സാധിച്ചില്ല. ഇപ്പോൾ OTT റിലീസായിട്ട് വന്നിട്ടുണ്ട്. സോ സിനിമ കണ്ടപ്പോൾ ഞാൻ തോന്നിയത്, അതായത് ഉണ്ണിമൂന്തൻ പുള്ളിയുടെ ക്യാരക്ടർ ഒരു ആക്സിഡൻറ്റിൽ തൻ്റെ 2 കാലും പാരലൈസ്ഡ് ആയിരിക്കുകയാണ്. സോ പുള്ളീൻ്റെ ഒരു ഫ്രസ്ട്രേഷൻ, ഒരു നിസ്സഹായത, അങ്ങനെ തുടങ്ങിയ കാര്യങ്ങളിൽ നിന്ന് തുടങ്ങി അതുമാത്രമല്ല പുള്ളിയുടെ ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് പോലും ഗ്രാഫിക് ഡിസൈനിങ് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു TV-യിൽ വർക്ക് ചെയ്യുകയാണ്. ഒപ്പം തന്നെ നൈറ്റ് പുള്ളിയുടെ എത്തിക്കൽ ഹാക്കിങ് ഒരു ടെക്നിക്കൽ സ്കില്ല് വെച്ച് അഡ്വക്കേറ്റിനെ സഹായിക്കാനായിട്ട് ക്രൂഷ്യലായിട്ട് കേസ് സോൾവ് ചെയ്യാനും മറ്റും പുള്ളി നന്നായി സഹായിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ പോകുമ്പോഴാണ് തൻ്റെ ലൈഫിൽ, അതിനൊപ്പം തന്നെ പുള്ളി കോമിക്സ് എഴുതാറുണ്ട്. തൻ്റെ ക്യാരക്ടറിനെ ഇൻസ്പയർ ചെയ്തുകൊണ്ട് തന്നെ ജയ് ഗണേഷ് എന്നുള്ള ഒരു കോമിക് എഴുതാറുണ്ട്. അതായത് പുള്ളി സോൾവ് ചെയ്ത കേസുമായി ബന്ധപ്പെട്ട് തന്നെ അതിനൊരു സൂപ്പർ ഹീറോ ഇമേജൊക്കെ നൽകി ചെയ്യാറുണ്ട്. സോ അത് ഒരു ആപ്പിലൂടെ പബ്ലിഷ് ആകപ്പെടുകയും അത്യാവശ്യം കുട്ടികൾക്കിടയിൽ ശ്രദ്ധ പിടിച്ചു പറ്റുകയും ചെയ്യുന്നു. അതിനിടയ്ക്കാണ് ഒരു കിഡ്നാപ്പിംഗ് കേസ് തൻ്റെ ലൈഫിൽ കടന്നു വരുന്നത്. തനിക്ക് ഏറ്റവും അടുപ്പമുള്ള ഒരു പയ്യനെ, MLA-യുടെ പയ്യനാണ്, ഒരേ ഫ്ലാറ്റിൽ താമസിക്കുന്ന ആളെ കിഡ്നാപ്പ് ചെയ്യുകയാണ്. ആ കുട്ടിനെ തുടർന്നുണ്ടാകുന്ന സംഭവങ്ങളാണ്. പോലീസിനെ തൻ്റെ ടെക്നിക്കൽ സ്കില്ല് വെച്ച് പുള്ളി സഹായിക്കുകയാണ്. എന്നിട്ട് അവസാനം ഇങ്ങനെ കണ്ടുപിടിച്ചു എന്നുള്ളതാണ് സിനിമയുടെ കഥ. സിനിമയുടെ കഥയിലോട്ട് വരുമ്പോൾ ഇങ്ങനെ ഒരു പുള്ളിയുടെ, എനിക്ക് സിനിമ കാണുമ്പോൾ എനിക്ക് ജയസൂര്യനെ ഓർമ്മ വന്നു. കാരണം ഈ എന്താ പറയുക, ഒരു ഡിസേബിൾ ആയിട്ടുള്ള ഒരു ക്യാരക്ടേഴ്സ് നമ്മൾ കുറേ കണ്ടിട്ടുണ്ട്. കൂടുതൽ സിനിമകളിൽ രഞ്ജിത്ത് ശങ്കർ ജയസൂര്യ പടങ്ങളിൽ കണ്ടിട്ടുണ്ട്. ജയസൂര്യ തന്നെ വേറെ പടങ്ങൾ കണ്ടിട്ടുണ്ട്. നമ്മൾ പ്രജേഷ് സെന്നിൻ്റെ ക്യാപ്റ്റനും മേരി ആവാസനും. അപ്പോൾ അതിൻ്റെ കുറേ ഒരു ഛായ പുള്ളി എനിക്കിതിൽ ഫീൽ ചെയ്തു. അറിയില്ല, മേ ബി പിന്നീട് ഈ ഒരു ക്യാരക്ടറിൻ്റെ ചില ആങ്കർ ഇഷ്യൂസും അതൊക്കെ ഉണ്ണിമൂന്തൻ കാണിക്കുന്നുണ്ട്. ജസ്റ്റ് ഓക്കെ എന്നേ തോന്നിയുള്ളൂ. പക്ഷെ എനിക്കെന്തോ പുള്ളിയുടെ ഒരു പ്രീവിയസ് മൂവിനെ വെച്ചിട്ട് എനിക്ക് പുള്ളിയുടെ എന്തോ സൗണ്ട് ടോണിലായാലും ഒരു അഭിനയിക്കുന്നതിലായാലും എന്തോ ഒരു അറിയാലോ, ഒരു ഫീൽ കിട്ടി. കാരണം ഇതിലൊരു ഇത്രയും ചില സീനിലൊക്കെ ഭയങ്കരമായിട്ട് ഇൻറ്റൻസീവായിട്ട് ചെയ്യുന്ന പോലെ തോന്നി. വളരെ ഹാർഡായിട്ട് സിമ്പിളായി ചെയ്യുന്നതിന് പകരം മേ ബി എൻ്റെ മാത്രം ഒരു ഇതായിരിക്കാം, എന്നാലും കുഴപ്പമില്ലാത്ത രീതി ചെയ്തിട്ടുണ്ട്. ബാക്കി ക്യാരക്ടേഴ്സിനെ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വില്ലൻ എന്ന് പറയാൻ സാധിക്കില്ല. കുട്ടിയെ കിഡ്നാപ്പ് ചെയ്യുന്ന പുള്ളി ആൻറ്റഗോണിസ്റ്റ് ആയിട്ട് വന്നു. പുള്ളീനെ കാണുമ്പോൾ നമുക്ക് മിന്നൽ മുരളിയിലെ നമ്മുടെ പുള്ളീനെയാണ് ഓർമ്മ വരുന്നത്, ഗുരുസോമസുന്ദരം. സെയിം ഒരു തമിഴ് ടച്ചുള്ള ഡയലോഗ്സ് ആയാലും പുള്ളിയുടെ ഒരു ആക്ടിങ്ങിൻ്റെ ഒരു ഇതായാലും രണ്ടുപേരും ഏകദേശം സെയിം പോലെയുണ്ട്. പുള്ളിക്ക് ഡേറ്റ് കിട്ടാത്തതുകൊണ്ട് ഇനി പുള്ളിനെ ഏൽപ്പിച്ചാണെന്ന് അറിയില്ല. സോ അങ്ങനെ പുള്ളി അത്യാവശ്യം നന്നായി ചെയ്തിട്ടുണ്ട്. മഹിമ നമ്പ്യാർ പ്രത്യേകിച്ച് ഒരു കാര്യങ്ങളൊന്നുമില്ല, ചുമ്മാ ഒരു ജസ്റ്റ് ഒരു റോള് മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് വെറുതെ നിൽക്കുന്ന നായിക എന്നുള്ള രീതിയിൽ ഈ മലയാള സിനിമ വെക്കാറേ ഇല്ല. സോ ഒരു റോൾ അത്രേ ഉള്ളൂ. എൻ്റെ അശോകൻ ചേട്ടൻ്റെ എനിക്ക് കുറച്ചേ ഉള്ളെങ്കിലും എനിക്ക് അത്യാവശ്യം നന്നായി ഇഷ്ടപ്പെട്ടു. കാരണം പുള്ളിയുടെ കുറച്ച് ഡയലോഗ്സ് ആയാലും പുള്ളിയുടെ എക്സ്പ്രഷൻസ് ആയാലും വളരെ നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട്. സിനിമയിലോട്ട് വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം ലാഗില്ലാതെ ഒരു സിമ്പിൾ വാച്ചിൽ അങ്ങനെ പോകുന്ന ഒരു മൂവിയാണ് ജയ് ഗണേഷ്. നമുക്ക് അങ്ങനെ ബോറൊന്നും അടിച്ചതായിട്ട് ഫീൽ ചെയ്തില്ല. അങ്ങനെ ഈ ഒരു അന്വേഷണവും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോവുകയാണ്. എന്താണ് അവസാനം, പുള്ളി അവസാനം രക്ഷിക്കും, അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ അറിയാം. പക്ഷെ അതിനിടയിൽ പുള്ളിയുടെ ഒരു നിസ്സഹായതയിൽ നിന്നും ഒരു ഉയർത്തെഴുന്നേൽപ്പ് പോലെ പുള്ളിയുടെ ഒരു ആ ഫ്രസ്ട്രേഷനിൽ നിന്ന് ഇത്തിരി മാറി ചിന്തിക്കുന്ന ഒരു ടൈപ്പ് കാര്യങ്ങളൊക്കെ നന്നായി ചെയ്തിട്ടുണ്ട്. ടോട്ടലി നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് അങ്ങനെ ഒരു അതിഗംഭീര സിനിമയായിട്ടൊന്നും ഫീൽ ചെയ്തില്ല. എനിക്ക് അറിഞ്ഞൂടാ. ആകെ കുറച്ച് പേര് കണ്ട അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ കുറച്ച് പേര് പറഞ്ഞത് കുഴപ്പമില്ലല്ലോ, സിനിമ നന്നായിട്ടുണ്ട്, മറ്റു പടങ്ങൾ ഇറങ്ങിയത് കൊണ്ടാണ് ഇത് മാറിപ്പോയത് എന്നുള്ള ഒരു ഇത് വന്നിട്ടുണ്ടായിരുന്നു. സോ എനിക്ക് പേഴ്സണലി അങ്ങനെ ഗംഭീര സിനിമയായിട്ട് തോന്നിയില്ല. ഒരു ഡീസൻറ്റ് വാച്ച് മൂവി ആയിട്ടാണ് തോന്നിയത്. പിന്നെ ഇതിൽ എടുത്തു പറയേണ്ട പിന്നെ ഇതിൽ എന്താ പറയുക, ഒരു അവസാനത്തെ എനിക്ക് ചില ഒരു കാര്യങ്ങൾ, മഹിമ നമ്പ്യാർ പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്. അതായത് നമ്മുടെ ഇന്ത്യയിൽ തന്നെ സൂപ്പർ ഹീറോസ് എന്ന് പറയുന്ന ഹിന്ദു മിത്തോളജിയിലാണ്. അത് എന്തുകൊണ്ടാണ് കുട്ടികളിൽ നിന്ന് അകന്നു പോകുന്നതെന്ന് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. പക്ഷെ അത് ഇതിൽ നിന്നും എന്ത് റെലവൻ്റ് ആണ് അതിൽ ഈ ക്യാരക്ടറിനുമായിട്ട് എന്ന് എനിക്കൊരു ഒരു പർപ്പസ്ഫുള്ളി ആ ഡയലോഗ് ചേർത്തതാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇനിയിപ്പോൾ അത് വിവാദമാകുമോ, ആവണ്ടെങ്കിൽ നേരത്തെ ആയിട്ടുണ്ടാവും. സോ
ജയ് ഗണേഷ് OTT ലഭ്യമാണ്. സോ നിങ്ങൾ കാണുക, നിങ്ങൾ ഫ്രീ ആയിട്ട് ഇരിക്കുമ്പോൾ മോശമൊന്നുമില്ല. ജസ്റ്റ് ഒരു എൻഗേജിങ് ആയിട്ടൊരു നീറ്റായിട്ട് എടുത്തിട്ടുള്ള ഒരു ത്രില്ലറാണ്. എൻ്റെ BGM എനിക്ക് തോന്നുന്നു അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ എടുത്തിട്ടുണ്ട്. നമ്മുടെ എഡിറ്റിങ് നമ്മുടെ സംഗീത് പ്രതാപാണ്, പുള്ളി പ്രൈമലൂല അമൽ ഡേവിസ്. സോ ജയ് ഗണേഷ് അത്യാവശ്യം ഡീസൻറ്റ് വാച്ച് അർഹിക്കുന്ന ഒരു മൂവിയാണ്. OTT ഇറങ്ങിയിട്ടുണ്ട്. സോ കണ്ട് നിങ്ങളുടെ അഭിപ്രായം പറയുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.